ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞോളൂ സ്കൂൾ കോമൺ ഫാക്ടർ. നമുക്കുള്ളിൽ ഏറ്റവും കൂടുതൽ അല്ലേ കോമൺ ആയിട്ടുള്ളത് സ്കൂൾ ലൈഫാണ്. ഓ, അത് ശരിയാട്ടോ. സ്കൂള് കോളേജ്, സ്കൂളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കോമൺ ആയിട്ട് നിൽക്കുന്നത് അതാണ്. നമ്മുടെയൊക്കെ ഏകദേശം കുറേ കാര്യങ്ങളൊക്കെ സിമിലാരിറ്റി. കാരണം നമ്മൾ ഒരേ ഒരു ലൈഫിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഒരേ പാത്തിലൂടെ നമ്മൾ പോയി, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സിമിലർ ആയിട്ട് നമുക്ക് ദേവമാതയിൽ ഒരുമിച്ചായിരുന്നു, ദേവമാതിരി ട്രിനിറ്റിയിൽ ഒരുമിച്ച് 2ാം ക്ലാസ് തൊട്ട് ഒരുമിച്ചായിരുന്നു അല്ലേ? 2ാം ക്ലാസ് തൊട്ട് +2 വരെയും ഒരുമിച്ചായിരുന്നു. എന്നാ പലയിടത്തും വെച്ച് പോകാമായിരുന്നു, കാരണം ദേവമാത വെച്ച് പലരും പോയി, പലയിടത്തും കറങ്ങി തിരിഞ്ഞ് വന്നു. അമൃതയും വന്നു, പിന്നെ കാനഡ വന്നു, ലണ്ടനിൽ ഒരുമിച്ച് നിന്നു ഒരു വീട്ടില് ജോലിക്ക്. പക്ഷെ എൻ്റെ ഏറ്റവും, ഞാൻ ഇപ്പോഴും പറയട്ടെ, എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ +1 +2. സത്യമായിട്ടോ, അതിപ്പോഴും അത് ശരിയാ. മാറ്റം വരും. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം +1 +2 ഇറങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇതാണ് സോ ഫാർ +1 +2 ആണ് എൻ്റെ ബെസ്റ്റ് ടൈം. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് മാറുമായിരിക്കും, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇതിലും കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കോളേജൊക്കെ അല്ലേ, കോളേജ് നമ്മൾ +2 കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും കോളേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, നമ്മൾ ഓരോ സിനിമയൊക്കെ കണ്ട് ഭയങ്കര എക്സ്പെക്ടേഷനിലായിരിക്കും കോളേജിലോട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയും, അല്ല, കോളേജ് നമ്മൾ അത്യാവശ്യം അടിച്ചു പൊളിച്ചു, പക്ഷെ എന്നാലും നമ്മൾ ഹാപ്പി, നമ്മൾ ഏറ്റവും മിസ് ചെയ്യുന്ന മൊമെന്റ് +1 +2 ആണ്. അതിപ്പോഴും പറയും കോളേജിന് കുറേ നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് പേഴ്സണലി കുറേ റോക്ക് ബോട്ടം, ഏറ്റവും ലോസ്റ്റ് ഓഫ് ദ ലോ ഞാൻ കുറേ പോയിട്ടുള്ളതും കോളേജ് സമയത്തൊക്കെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാനിപ്പോഴും എനിക്ക് എൻ്റെ +1 +2 അത് ബെസ്റ്റ് ലൈഫ്. ഞാൻ കുറേ എൻജോയ് ചെയ്യുകയും കുറേ ഫ്രീഡവും അത് ഇതും. നമുക്കധികം ക്ലാസ്സസ് ഒന്നും ഇല്ല, നിനക്ക് കൊമേഴ്സ് ആയിട്ട് ഫ്രഞ്ച് എടുത്തോണ്ട് നിനക്ക് ക്ലാസ്സസ് കുറച്ച് സബ്ജക്ട്സ് ഒരുപാട്, നമുക്ക് അത്ര സ്ട്രെസ്ഫുൾ അല്ല, അത്ര ഭയങ്കര. ഞാനിപ്പോഴും ആലോചിക്കും തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ആ സമയത്തോ എങ്ങനെയെങ്കിലും തീർന്ന് കോളേജിൽ എത്തിയാൽ മതി, കോളേജിൽ ചെന്ന് അടിച്ചു പൊളിക്കാം. അത് എൻ്റെ അടുത്ത് ഒരു സാറ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ലീൻ സാറിന് അറിയത്തില്ലേ? ലീൻ സാർ, പിന്നെ ലീൻ മാസ്റ്റർ, നമ്മുടെ ബയോളജിയുടെ ലീൻ സാർ എൻ്റെ അടുത്ത് മുഖത്തൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, നിനക്കതൊന്നും ഇപ്പം മനസ്സിലാവത്തില്ല, നീയൊക്കെ ഈ സ്കൂൾ കഴിഞ്ഞിങ്ങോട്ട്. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് +2 കഴിഞ്ഞ് കോളേജിൽ എത്തി അവിടെ അടിച്ചു പൊളിക്കണം, എന്നിട്ട് ഈ സ്കൂളിൽ ഷോ കാണിക്കണം എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. നമുക്ക് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ പുള്ളി പറഞ്ഞത് ഞാൻ ഇപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ട്, ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അന്ന് അത് കേൾക്കുമ്പോഴത്തേക്ക് ഇയാളെന്ന് പറയും, എല്ലാവരും പറയുന്ന കാര്യം, നിനക്കിപ്പോൾ ഒന്നും അറിയത്തില്ല, പിന്നെ അറിയത്തുള്ളൂ. പക്ഷേ അത് ഭയങ്കരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ. അത് ശരിയാണ്. ഒരിക്കലും നമുക്ക് അത് തിരിച്ച് കിട്ടത്തില്ല. ഇങ്ങനെ ഓർത്തിങ്ങനെ പണ്ടത്തെ ഫോട്ടോ കാണുമ്പോഴത്തേക്കിങ്ങനെ എന്ത് അടിപൊളിയായിരുന്നു അന്ന് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. ഒട്ടുമിക്ക ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും. ചിലർക്ക് പക്ഷേ ചിലർക്ക് കോളേജ് ആയിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ സ്കൂൾ ആവണമെന്നില്ല. ചിലർക്ക് സ്കൂളിൽ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. പക്ഷേ എനിക്ക് പേഴ്സണലി സ്കൂൾ ലൈഫ് +1 +2, പ്രത്യേകിച്ച് +1 +2. 10th വരെ ഞാൻ അങ്ങനെ, ബാക്കിയുള്ള ക്ലാസ്സസ് ഞാൻ അങ്ങനെ ലോവർ ക്ലാസ്സസ് ഒന്നും ഞാൻ അങ്ങനെ അത്ര ഇതായിട്ട് പറയില്ല. പക്ഷേ +1 +2 അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഒരുപാട് ഫ്രീഡവും. ഞാൻ ഇൻസി ഡിംപിൾ സുബൈ അവന്മാരൊക്കെ പരിചയം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ആ ഒരു വർഷം ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തോ ലൈഫിൽ കിട്ടിയ കണക്കായിരുന്നു. ഇതുവരെ മനസ്സിലായില്ല. അതിനു മുമ്പ് ജീവിക്കുന്നു, വീട്ടുകാരോട് സ്നേഹം ഇല്ല, ഭയങ്കര റിബലായിട്ട് നടക്കുന്നു, പഠിക്കത്തില്ല, പടി. +1 +2 ആ സമയം ഭയങ്കര ചോരത്തുളപ്പുള്ള സമയം. അത് അയ്യോ, വീട്ടിലൊക്കെ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സീനും കാര്യങ്ങളൊക്കെ ഭയങ്കര ചോരത്തുളപ്പാണ്. എല്ലാവരും നമ്മൾക്ക് എതിരാണെന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. വീട്ടുകാരായാലും സ്കൂളുകാരായാലും എല്ലാവരും നമ്മൾക്കെതിരാണ്. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു റബൽ മൈൻഡ് അത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ ആ ഒരു പ്രായത്തിൽ പലതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഞാനങ്ങനെ ഇതെന്ത് കാണിക്കും അങ്ങനെ കാരണം എനിക്കത് മനസ്സിലാവും. ആ പ്രായത്തിൻ്റെ അതൊരു പാർട്ട് ഓഫ് ആ ഒരു ലൈഫിൻ്റെ സ്റ്റേജിൽ ഒരു പാർട്ട് പോലെ അത്. എൻ്റെ അനിയന്മാരൊക്കെ ഈ പറഞ്ഞ ഈ ഒരു പ്രായത്തിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ഞാനാണല്ലോ മൂത്ത്. അപ്പം അമ്മ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും,
അപ്പം നീ എന്താ അവന്മാരുടെ അടുത്ത് അതായത് ഞാൻ എന്താ ഇടപെടാത്തെന്നുള്ള രീതിയിൽ ഉപദേശിക്കാനോ നീ അവന്മാരുടെ സംസാരിക്കും, നീ പറഞ്ഞാൽ കേൾക്കും, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് അമ്മ പറയുമായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനെ ഇടപെടാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് അതിര് വിട്ടാൽ ഓക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് പ്രായത്തിൻ്റെതായ അത് എല്ലാവരും അതങ്ങനെ ഞാൻ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു പ്രായത്തിൽ ആൾക്കാർ പിള്ളേർ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും അത് ശരിയാ. നമുക്ക് ആ പ്രായത്തിൽ നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ട നമുക്ക് മനസ്സിലാവും. ഭയങ്കര ധൈര്യമാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് തീരും. അത് ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് അത് തീരും. അത് അവരെ എല്ലാ കാലവും അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായത്തിൻ്റെതായ ഒരു ഇത് അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അത് അവിടെ അങ്ങ് തീരും. പിന്നെ ജീവിതത്തിൽ നമ്മൾ ഓരോ സിറ്റുവേഷനിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറി നമുക്ക് മനസ്സിലാവും. നമുക്ക് പിന്നീട് അത് മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ അന്നത് നമ്മളിപ്പോൾ ആലോചിക്കാറില്ല. നമ്മൾ നമ്മുടെ വീട്ടുകാരിലേക്ക് ഇപ്പോൾ ആലോചിക്കാറില്ല. അവരന്ന് അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ ആയിരുന്നത് എന്നൊക്കെ നമുക്ക് ഇപ്പം തോന്നുന്നില്ലേ? അതുപോലെ എനിക്കതായിരുന്നു ലൈഫിൽ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടൊക്കെ അവന്മാരെ കിട്ടിയ സന്തോഷമായിരുന്നു. പിന്നെ രസമായിരുന്നു, ഭയങ്കര തമാശയല്ലേ. കാരണം ഇത്രയും നമ്മുടെ സ്കൂളും ആ ഒരു സമയത്തും എന്താ പറയാ ഒരുപാട് സ്ട്രിക്റ്റ് അല്ല, എന്നാൽ ഒരുപാട് എത്ര പറയാ ഒരു ലൂസ് മൈൻഡ് അങ്ങനെയുമല്ല. ഒരു എല്ലാത്തിനും നടുക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ കേട്ടോ. ചില സ്കൂളുണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, അങ്ങനെ ഇങ്ങനെ ഭയങ്കര കർക്കശം. പിന്നെ ചില സ്കൂളുകളുണ്ട് ഭയങ്കര വീഴും, പിള്ളേർ എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും അങ്ങനെ. ഒരു പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു സമയത്ത്. ഇപ്പം എങ്ങനെ അല്ലെങ്കിൽ മുമ്പ് എങ്ങനെ എനിക്കറിയത്തില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടും. അതുകൊണ്ടും കൂടെ ആയിരിക്കും ചിലപ്പം ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറിയത്. ട്രിനിറ്റി ലൈസ്യം എന്തുവല്ലേ. നമുക്ക് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമുക്ക് മറ്റേ ആ ബിൽഡിംഗ് കാണാം, മറ്റേ സി ടൈപ്പ് ബിൽഡിംഗ്, നടുക്കൊരു ബാസ്കറ്റ്ബോൾ കോർട്ട്. ഭയങ്കര ഐഡന്റിക്കലാ. ഈ ഹാഫ് തന്നെയാണ് ഈ സെയിം ഹാഫ്. ഈ ഹാഫ് ഇത് മറ്റേ ഒരേപോലെ ജസ്റ്റ് അപ്പുറം ഇപ്പുറം ആക്കി വെച്ച് കട്ട് ചെയ്ത് നടുക്കാക്കിയാണ്. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ പ്രിൻസിപ്പൽ ഓഫീസ്, ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ വൈസ് പ്രിൻസിപ്പൽ ഓഫീസ്, നടുക്കൊരു ബാസ്കറ്റ്ബോൾ കോർട്ട്. പേര് പറയുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ കുറേ ഇങ്ങനെ ഓർമ്മ ഇങ്ങനെ ആ ഒരു ഗേറ്റും ആ മതിലും ട്രിനിറ്റി കളർ ഓർമ്മയുണ്ടോ? മഞ്ഞ കളറുള്ള സ്കൂൾ. സെക്യൂരിറ്റിയുടെ ഓഫീസ് കണ്ടോ? മറ്റേത് കൂടാരം പോലത്തെ ഒരു സംഭവത്തില്. അയ്യോ നല്ല സ്കൂളായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പൊ അവിടെ പഠിക്കുന്ന പിള്ളേരെ വലിയ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അത് ശരിയാ, ഇപ്പത്തെ അറിയത്തില്ല. പക്ഷെ ആ സമയം നല്ലതായിരുന്നു. ഒരിടയ്ക്ക് ഇങ്ങനെ വന്ന് പോയായിരുന്നു. ഇപ്പം എന്തായെന്ന് അറിയത്തില്ല. ഇൻഫന്റ് ജീസസ് ഒക്കെ ആണെങ്കിൽ എനിക്കൊന്ന് കുറേ കൂടെ ഒക്കെ ഫ്രീ ആണെന്ന് തോന്നുന്നു. അവിടുത്തെ മാനേജ്മെന്റ് ആയാലും ഫാക്കൽറ്റി ഒക്കെ ആയാലും കുറേ കൂടെ ഒക്കെ ഫ്രീ ആണ്. പക്ഷെ മൗണ്ട് കാർമലാണെങ്കിൽ എനിക്കൊന്ന് ജോയ്സ് പറഞ്ഞു വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഒരു പൊട്ട് പോലും വെക്കാൻ സമ്മതിക്കത്തില്ല എന്നാ. പൊട്ടോ അല്ലെങ്കിൽ ഇയറിങ്സോ എപ്പോഴും പറയും നിങ്ങളുടെ സ്കൂളിലൊക്കെ പെണ്ണുങ്ങളൊക്കെ കമ്മലും അത് ഞങ്ങൾക്ക് വെക്കാൻ പാടില്ല, ഞങ്ങൾക്ക് അതുപോലും പറ്റത്തില്ല. പക്ഷെ ഇടുന്നവരുണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇവര് മറ്റേ വെളിയിടത്തിറക്കിയിട്ടിടുന്നതായിരിക്കും. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്കൂളില് എല്ലാം ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റും ഉണ്ട്, എന്നാൽ കുറെയൊക്കെ ഇല്ലേ നമ്മളൊക്കെ എന്താ തോന്നിയ കാണിച്ചിട്ടുണ്ടോ? സ്ട്രിക്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ സ്ട്രിക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ബാലൻസ് ആയിരുന്നു. നല്ലൊരു കിടില കഥാപാത്രങ്ങൾ. എല്ലാം അത് ഇനി വലുതായിക്കുമ്പോൾ എല്ലാവരും ക്യാരക്ടർ കഥാപാത്രങ്ങളാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും ഓരോ ക്യാരക്ടർ പറയാൻ പറ്റത്തില്ലടാ. ഇപ്പൊ ഞാൻ അന്ന് സ്കൂളുണ്ടായിരുന്ന കണക്കല്ലല്ലോ ഞാനിപ്പം. ക്യാരക്ടറേ അല്ല ഞാനിപ്പം. ഇല്ല, നിനക്കത് ഇത്രയും വർഷം എൻ്റെ കൂടെ ഉണ്ടായി, നിനക്കത് മനസ്സിലാത്തില്ലേ? പിന്നെ ആ സ്കൂളിലുണ്ടായിരുന്ന ഞാനല്ല ഇപ്പം. എല്ലാവരും അങ്ങനെ നിന്നെ കണ്ടിട്ട് റോഷ്നിയും മറ്റേ ഇവിടെ വെച്ച് കാനഡ വെച്ച് ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്കും അവള് പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ, നീ 2 ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് 3ാമത്തെ ട്രിപ്പിന്റെ എന്താണ് നീ സംസാരിച്ചു തുടങ്ങിയത്. നീ ആദ്യത്തെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഫുൾ ഡ്രൈവിംഗ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എല്ലാവരും മാറുകൂടാ. ലൈഫിൽ ഓരോ സിറ്റുവേഷൻ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും മാറും. സ്കൂളിൽ പഠിക്കുന്ന അതേ ക്യാരക്ടർ ഇരിക്കുന്ന ആരെയും എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. കുറച്ച് മാറ്റങ്ങളെങ്കിലുമൊക്കെ എല്ലാവർക്കും വരും. അത് ശരിയാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചൈനയെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ പേടിയായി. ദൈവമേ, എന്ത് മണ്ടനായിരുന്നു ഞാൻ. എനിക്കങ്ങനെ തോന്നുന്നു, എന്തുകൊണ്ടാ നീ റിഗ്രറ്റ്സ് അത് എല്ലാ കാലത്തും ഉണ്ടാവില്ല. നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജ് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്നത് ചെയ്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ തോന്നും. ദൂരം കാര്യങ്ങളുണ്ട്.
നിനക്കിപ്പോൾ ഒരു ടൈം മെഷീൻ കിട്ടിയിട്ട് അയ്യോ എന്നിട്ട് തിരിച്ച് പോകാനൊരു അവസരം, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ചാൻസ് കിട്ടിയ തിരിച്ചു വരാൻ പറ്റുമോ? അതോ ജസ്റ്റ് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഓക്കെ ശരി, അല്ല തിരിച്ചു പോകാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും, തിരിച്ചിവിടെ വരാനും പറ്റും, പക്ഷെ പോയി ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരണം. അല്ലല്ല തിരിച്ചു പോകാൻ പറ്റുമെന്ന് വെച്ചോ, തിരിച്ചു പോയി പിന്നുള്ള ജീവിച്ച് ബാക്കി ജീവിക്കുക എന്ന് വിചാരിച്ചു. നീ ഏത് കാലഘട്ടത്തിലോട്ടോ അല്ലെങ്കിൽ ഏത് വർഷത്തോട്ടായിരിക്കും നീ പോകണം? ഒന്നും മാറാത്ത വർഷത്തിലേക്ക് ഏത് മാറ്റിയാ ഒന്നും മാറരുത്, ഇപ്പൊ ഉള്ള പോലെ ഒന്നും മാറരുതെന്നാണോ? അയ്യോ സത്യം ആണോ? അതായത് ഇപ്പൊ ഓരോ വർഷം മാറുമ്പോൾ എനിക്ക് ഓരോ കൂട്ടുകാരില്ലേ നഷ്ടപ്പെടുന്നത്. അതായത് ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ഇൻസമാം സുബി അവരിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ അതിനുശേഷം അമൃതയിൽ പോയി. മൂന്നാമത്തെ വർഷം കോളേജ് ഡ്രോപ്പ് ചെയ്ത് ചൈനയിൽ പോകാൻ നേരത്തും സ്വാഭാവികമായിട്ടൊരു വിഷമം വരുമല്ലോ, 3 വർഷം പോയല്ലോ. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോണ്ടല്ലോ അവിടെ പഠിച്ചുകൊണ്ടാണ് ഹരിപ്പി, ഹിതേഷ്, ഗഗൻ, ഡൈനോ ഇവന്മാരെയൊക്കെ പരിചയപ്പെട്ടത്. കാരണം ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് അങ്ങനെ കിട്ടത്തില്ല. കാരണം അവന്മാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്. ഷുഗർ എന്നാ സ്നേഹമാണ്. ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ ആ 3 years എനിക്കൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഒന്നും മാറ്റത്തില്ല. ചൈനയിൽ പോയോണ്ടാണ് ബിബിനെ കിട്ടിയത്. എടുത്ത് പോയായിരുന്നു ഇവിടെ. അതല്ലേ നീ തന്നല്ലേ, ഞാൻ ചോദിച്ചോ? ഞാൻ അവസരമുണ്ട്, അങ്ങനെ പോകാൻ അവസരമുണ്ട്, അപ്പൊ നീ പോയിരുന്നാ പോരെ. കാരണം എനിക്ക് ഇപ്പോൾ ഉള്ളതൊന്നും മാറാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം എനിക്ക് വേണം. ഇതൊന്നും ഇതുവരെ അടുത്ത എല്ലാ തീരുമാനങ്ങൾ അതാണല്ലോ. നീ ഇപ്പം തിരിച്ചു പോവാണെങ്കിൽ തീരുമാനങ്ങൾ മാത്രം മാറ്റാൻ പറ്റും. നിന്റെ ലൈഫ് ഡിസിഷൻസ് ആണല്ലോ നിന്നെ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ. ഇവരാരും പോകാൻ പാടില്ല. അതൊരു ലൈഫ് ചോയ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നീ ഇപ്പോൾ അമൃതയിൽ പോകാൻ തീരുമാനിച്ചു, നിന്റെ ആ ഒരു ഡിസിഷൻ കൊണ്ടല്ലേ നിന്റെ ലൈഫ് അങ്ങനെ ഒരു ഇതിൽ പോയി കുറേ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട്. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ചൈനയിൽ പോയി, ഇപ്പോൾ ഇവിടെ ഉള്ള പിള്ളേരില്ലേ +2 കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് ഫോറിൻ കൺട്രീസിൽ പോകുന്നവർ, കാനഡ, UK, അവർക്ക് ഒരിക്കലും നാട്ടിലെ കോളേജ് ലൈഫ് ചിന്തിക്കാൻ പറ്റത്തില്ല. അതൊരു വേറെ ലൈഫാണ്. അതിന് ഇവിടുത്തെ കോളേജിൽ പഠിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ചൈനയിൽ എന്നോട് പഠിക്കുമ്പോഴാണെങ്കിലും ഇവിടെ കാനഡയിലാണെങ്കിലും +2 കഴിഞ്ഞ് വരുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. എടാ എന്തിനാണ് ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് വന്നാൽ പോലെ ആ ഒരു ലൈഫ് കിട്ടത്തില്ല. ഒരിക്കലും കാരണം ഈ രാജ്യത്ത് സംഭവം പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് +2 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഓക്കെ ശരിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ജീവിച്ചു തുടങ്ങാൻ പറ്റും. പെട്ടെന്ന് തന്നെ കോളേജിൽ പോകുന്നു, പാർട്ട് ടൈം കിട്ടുന്നു, ജോലി കിട്ടുന്നു, നമ്മൾ പെട്ടെന്ന് ഇവിടുത്തെ എന്തെങ്കിലും PR കാര്യങ്ങളൊക്കെ ശരിയാക്കാം അല്ലേ. ഇപ്പൊ നീ ഇപ്പൊ +2 കഴിഞ്ഞ് വന്നാലും നീ ഇപ്പൊ PR കിട്ടി, സിറ്റിസൺഷിപ്പും കിട്ടി, ഒരു ഹെഡ് സ്റ്റാർട്ട് സ്റ്റേബിൾ ആയാലല്ല. ഞാൻ പറയുന്നത് ഇനിയുള്ളവരടുത്തും പറയുന്നത് +2 കഴിഞ്ഞിട്ട് കോളേജും കഴിഞ്ഞിട്ട് വന്നത്. കാരണം ഇവിടെ 26ാമത്തെ വയസ്സിൽ വന്നാൽ 22ാമത്തെ വയസ്സിന് ലൈഫ് ഒന്നാ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ അനിയന്മാരായിട്ട് കൊണ്ട് കറങ്ങി നടന്നാലും നമ്മൾ ഒരേ ആൾക്കാരെ പോലെ ആ ഒരു വൈബാ കിട്ടുന്നത്. അത് ഈ പ്രായത്തിൽ പോയാലും കിട്ടും, ആ പ്രായത്തിൽ പോയാലും കിട്ടും. അപ്പൊ അത് ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാം. ഇപ്പൊ എന്തുകൊണ്ട് നാട്ടിൽ പോയി കോളേജിലൊക്കെ പഠിച്ച് എക്സ്പീരിയൻസ് അത് ഭയങ്കര നഷ്ടമായിരിക്കും ഞാൻ പറയത്തോളൂ. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ചുമ്മാ നമ്മൾ ഒരു ഗുഡ് ഫീലിംഗ് അത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ലൈഫ് ലെസൺസ് ഭയങ്കര നാട്ടിൽ പഠിക്കുന്നുണ്ട്. അയ്യോ അതൊന്നും ഇവിടെ കിട്ടത്തില്ല കേട്ടോ, ഒരിക്കലും കിട്ടത്തില്ല. അത് 100% ഞാൻ പറയും. എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയ ലൈഫ് ലെസൺ ഭയങ്കര ലെസൺസ് ആട്ടോ അത്. ശരിയാ, ഒരുപാട് എന്താ പറയാ, എൻ്റെ ക്യാരക്ടറിനെ ഒരുപാട് എന്താ പറയാ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കോളേജിലുണ്ടായിട്ടുണ്ട്. പക്ഷെ നീ അവിടെ മാക്സിമം എൻജോയ് ചെയ്ത് നടക്കുമല്ലായിരുന്നു? എൻജോയ്മെൻറ്റും ഉണ്ടായിരുന്നു, അപ്സ് ആൻഡ് ഡൗൺസും ഉണ്ടായിരുന്നല്ലോ. കുറേ ഡാർക്ക് ഏജസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. എല്ലാം നല്ല ഏറ്റവും നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ +1 പോകും. ഞാൻ എന്നിട്ട് മാറ്റം എന്ത് ചെയ്യും? മാറ്റം എന്താ വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പഠിക്കും. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ +2 തോറ്റതാണ് കേട്ടോ. ഞാൻ +2 തോറ്റ് 6ാം ക്ലാസ് തോറ്റതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ 6ാം ക്ലാസ്സിൽ തോറ്റതാ. പക്ഷെ അതിൽ നിനക്ക് അങ്ങനെ വലിയ ഇമ്പാക്ട് വന്നിട്ടില്ലല്ലോ. പിഞ്ച് മനസ്സായിരുന്നു എന്റത്. ലൈഫ് മാറി മറിയുന്ന ഒരു ലൈഫ് മാറിയില്ല, പക്ഷെ നൊന്ത് ഞാൻ നല്ല രീതിയിൽ നൊന്ത് വെന്ത്.
എൻ്റെ ഇതിൽ ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല കാനൺ ഇവന്റ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ. എൻ്റെ കാനൺ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ +2 ഫെയിലായതാണ്. ഞാൻ +2 ഫെയിൽ ആവുകയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പോകേണ്ട എൻ്റെ ഒരു ലൈഫ് വേറൊരു ദിശയിൽ, വേറൊരു ടൈം ലൈൻ, എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ലൈഫായിരുന്നു എൻ്റെ. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു ഞാൻ. ഞാനീ പറഞ്ഞ ചിലപ്പോൾ ഇവിടെ ഞാൻ കാണത്തില്ല. നമ്മൾ തമ്മിൽ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആവത്തൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ഹൈ ബൈ ബന്ധമായിരുന്നു. അതെ, ഒരുപാട് റിലേഷൻഷിപ്സ് ഒന്നും എൻ്റെ ലൈഫിൽ കാണത്തില്ലായിരുന്നു. കാരണം എൻ്റെ ജീവിതം മാറ്റി മറിച്ചൊരു സംഭവമായിരുന്നു അത്. വിഷമിച്ചായിരുന്നു തോറ്റപ്പോൾ? അല്ല, വിഷമിച്ചു ഓഫ് കോഴ്സ്, പക്ഷെ എത്രത്തോളം ഉണ്ടായിരുന്നു? അല്ല, അങ്ങനെ തോറ്റ വിഷമമല്ലടാ. ഇല്ല, തോറ്റ് ഇനി എഴുതണം അങ്ങനത്തെ വിഷമമല്ല. ഈ വീട്ടുകാരുടെ ഒരു സിറ്റുവേഷനാണ്. അതാണ് എന്നെ ഭയങ്കരമായിട്ട് റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പറയും ഇവരുടെ അടുത്ത് തോറ്റുന്ന ബോർഡ് എക്സാം തോറ്റതൊക്കെ എങ്ങനെ പറയും. ഞാൻ വീട്ടിൽ തോറ്റ് എങ്ങനെ പറയൂടാ, എങ്ങനെ പ്രസന്റ് ചെയ്യും? കരഞ്ഞോണ്ട് പറയോ? എടാ എങ്ങനെ പറയുന്നത്? പിന്നല്ല, വീട്ടിൽ പറഞ്ഞൊന്നും എനിക്ക് പ്രശ്നമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ സ്കൂളിൽ തിരിച്ചു പോയപ്പോട്ടല്ലോ എന്റെ കൂട്ടുകാരന്മാർ കാണിച്ച പരിപാടിക്കാണ് എനിക്ക് വിഷമം വന്നത്. അവന്മാർ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. 6ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവന്മാർ 7ാം ക്ലാസ്സിൽ പോയപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചാ ക്ലാസ്സിൽ പോയി ഇരിക്കുകയോ അല്ലെങ്കിൽ ആരെയും കാണേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആ ഒരു വിഷമം അങ്ങനെ ഒന്നും ഇല്ല. ഇതായിരുന്നു പ്രശ്നം. ഇത് മതി, ഇത് എന്തെങ്കിലും വേണോ നിനക്ക്? വെറുതെ വിടാൻ പറ്റില്ല. ഇവിടെ ഞാൻ നൊന്ത് വെന്ത് പിന്നെ പറഞ്ഞ ആദ്യം ഒരു മാസം അറിയാലോ അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങ് കെയർ ഫ്രീ, ഒരു വർഷം ചുമ്മാ ഇങ്ങനെ മാറി പറന്ന് ചില്ലായിരുന്നു. കാരണം ക്ലാസ്സിലൊന്നും പോകണ്ടല്ലോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? സ്റ്റേറ്റ് സിലബസിൽ നിങ്ങൾ +2 അങ്ങനെ ആദ്യം തോക്കാറില്ല. എങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കണോ? പോകണ്ടായിരിക്കും. എനിക്കറിയാം, +2 തോറ്റവരെ എനിക്കറിയാം. ക്ലാസ്സിലൊന്നും എക്സാം ഒക്കെ കറങ്ങി നടക്കുന്നത്. ICSE അങ്ങനെ നമുക്ക് അങ്ങനെ ക്ലാസ്സിലൊന്നും പോകണ്ട. പിന്നെയും ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഇനി അടുത്ത വർഷം നമ്മുടെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് എക്സാം എഴുതണം. ശരിയാ. അതുകൊണ്ട് ആ ഒരു വർഷം മൊത്തം പഠിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഞാൻ മറ്റേ ബോർഡ് എക്സാം ആവാറായപ്പം നീ ഏത് എക്സാം? ഇംഗ്ലീഷ് എക്സാം. എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് 9:30 എക്സാം തുടങ്ങുക. 9 മണിയായപ്പോൾ 9:10 എൻ്റെ അടുത്ത് പറയാ, പീറ്ററെ എനിക്കൊന്നും അറിയത്തില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ പറയാ, എടാ മിസ്സുമാർ 2 കൊല്ലം പഠിപ്പിച്ച ഇംഗ്ലീഷ് ഞാൻ നിനക്ക് അരമണിക്കൂറോട് പഠിപ്പിച്ചു തരണമെന്ന് നീ എന്തുകൊണ്ട് ചോദിക്കുന്നത്? ഈ ചെറിയ ആഗ്രഹം എനിക്ക് വല്ല സാധിച്ചു തരായിരുന്നു, വല്ല പേരോ വല്ല ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ. നീ എടുത്ത് ഇംഗ്ലീഷ് ബുക്ക് എടുത്ത് പറയാം, അത് കുഴപ്പമില്ലടാ, ഈ സ്റ്റോറി ടെല്ലിംഗ് ഇല്ലേ, ഇത് നീ എനിക്ക് ബ്രീഫായിട്ട് പെട്ടെന്ന് ഈ കഥ എന്താന്ന് പറഞ്ഞേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇതാ അച്ഛൻ്റെ അമ്മയുടെ കഥയാണ്, ഇങ്ങനെ പോകുന്ന കഥയാണ്, ഇതെന്താ ഇത് ടീച്ചർ വിട്ടത്. ഓക്കെ, അങ്ങനെ അവിടെ ഇരുന്ന ഒരു ബ്രീഫ് ഐഡിയ എല്ലാ കഥയെ കുറിച്ച് ഞങ്ങളുടെ ബാച്ചായല്ലോ. അപ്പൊ എക്സാം എഴുതാൻ വന്നപ്പോൾ ഞാൻ എക്സാം എഴുതപ്പോൾ ഇപ്പം വന്നിട്ട് വെക്കുകയാണ്, എന്തിനും പറഞ്ഞു കേട്ടോ, ഇങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്നും ചോദിച്ചു കേട്ടാ, ഞാൻ പറഞ്ഞു കൊടുത്ത് തന്നെ ചോദിച്ചു. എനിക്ക് പണി കിട്ടിയതാ അത് സംഭവം എന്ന് പറഞ്ഞാൽ. എക്സാം മാറിപ്പോയി, എക്സാം ഡേറ്റ് മാറിപ്പോയി. എനിക്ക് ടൈം ടേബിൾ കിട്ടിയടാ, ഈ ISCയുടെ തോറ്റാളാ. എന്നിട്ടെങ്കിലും നിനക്ക് ഇച്ചിരി ഉത്തരവാദിത്വം ഉണ്ടായോടാ? ഇതൊക്കെ കണ്ടാ എടാ ഉത്തരവാദിത്തം, എനിക്ക് ആ ഡേറ്റ് മാറിപ്പോയത്. ഞാൻ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭവം ടൈം ടേബിൾ കിട്ടി. ഓക്കെ എടാ, നീ തോറ്റിട്ട് എങ്ങനെയും പാസ്സാവായിരിക്കുന്നവനാ. അപ്പൊ നിന്റെ ലക്ഷ്യം ഡേറ്റ് ആയിരിക്കണം, അല്ലാതെ എടാ ഡേറ്റ് അറിഞ്ഞിട്ട് പഠിക്കാതിരുന്ന അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതിപ്പം ഡേറ്റ് മാറിപ്പോയത് അതൊരു അബദ്ധം, മിസ്റ്റേക്ക്. അന്നുണ്ടല്ലോ, പുണ്യാണോ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അവിടുത്തെ ജംഗ്ഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കാൻ നേരത്ത് എനിക്കറിയാലോ നമ്മുടെ സ്കൂളിലെ പിള്ളേരെയൊക്കെ. അപ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും പിള്ളേർ പോകുന്നു, എക്സാമിന് പോകുന്നു, അല്ല ബസ്സിൽ കയറി പോകുന്നു. കാരണം എക്സാം ആണല്ലോ, എക്സാമിനല്ലാണ്ട് വേറെ ഒന്നിനും സ്കൂളിലോട്ട് പോകത്തില്ലല്ലോ യൂണിഫോം ഇട്ട്. ഈ ഞങ്ങളുടെ ISC എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കാണൂടാ. ചിലപ്പോൾ 1 ദിവസം കാണുമായിരിക്കും, ചിലപ്പോൾ 2 ദിവസം കാണുമായിരിക്കും, 3 ദിവസം കാണുമായിരിക്കും. അപ്പം അങ്ങനെ ഗ്യാപ്പുണ്ട്. അപ്പം അന്നൊരു അവധി ദിവസം, എൻ്റെ മനസ്സിൽ അന്ന് എക്സാം ഒന്നും ഇല്ല, അവധി ദിവസമാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരുത്തൻ നമ്മുടെ +2 യൂണിഫോം ഇട്ട് ഒരുത്തൻ പോകുന്നു. ഇവനെപ്പോഴാ പോകുന്നത്? ഇവനെന്തിനാ പോകുന്നത്? ഫീസ് അടക്കാൻ പോകുന്നതായിരിക്കും ബോർഡ് എക്സാം സമയത്ത്. ഇവനെവിടെ പോകുന്നു? ഞാൻ അന്നേരത്തേനും
പെട്ടെന്ന് ആരെയും വിളിച്ച് ഞാൻ ചോദിച്ചെന്ന് തോന്നുന്നു. അത് അവനെ തന്നെയാണ് വിളിച്ച് ചോദിച്ചത്. എനിക്ക് ആൻഡ്രോയിനെ നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞു നീ. ആൻഡ്രോയിന് എനിക്ക് ആൻഡ്രോയിഡ് എടുത്തുണ്ടാ. കാരണം ആൻഡ്രോ കൊമേഴ്സാ, ഞങ്ങൾക്ക് എല്ലാ എക്സാമും അപ്പൊ സെയിം അല്ലേ. അപ്പൊ ഇവൻ എവിടെ പോകുന്നു എക്സാം? ആൻഡ്രോ നിന്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആൻഡ്രോ നീ എവിടെ പോകുന്നു? എക്സാം ഇംഗ്ലീഷ് എക്സാം, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്സാം വന്ന്. എന്റെ തമ്പുരാനെ, ഞാൻ ഓടി വീട്ടിൽ പോയി പേനയും എടുത്ത്, ഇല്ല വീട്ടിലും പോയില്ലെന്ന് തോന്നുന്നു, അവിടെ ജസ്റ്റ് ബാക്കിൽ തന്നെ അവിടെ പേനയും എടുത്തിട്ട് ഞാൻ ഓടി. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്. നീ എന്നിട്ട് പെട്ടെന്ന് ഓടിക്കന്നിട്ട് എന്തെങ്കിലും പറഞ്ഞത് ആയില്ല, പറ്റില്ല, എക്സാം അല്ലേ, 2 ദിവസം കൊണ്ട് പഠിക്കാൻ, കുഴപ്പമില്ല നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് കഥയൊന്നും വായിച്ച സ്റ്റോറി ടെല്ലിംഗ് നിന്ന് വായിച്ചു. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇംഗ്ലീഷ് ആയതുകൊണ്ട് പാസ്സായി. വല്ല എക്കണോമിക്സോ എല്ലാം ഉറങ്ങിയന്നെ നീ. എന്റെ രാജിക്കത്ത് വിടുവോ? അടുത്ത വർഷം വിട്ടായിരുന്നെങ്കിൽ പോയായിരുന്നു. ഇല്ല, വിടത്തില്ല, എന്നാ ഉറങ്ങാം, അടുത്ത വർഷം കാണാം. ഉയ്യോ, എന്നാ പിന്നുണ്ടല്ലോ പഠിത്തം നിർത്തി എന്നെ വല്ല. എന്നിട്ട് അപ്പൊ അവന് പഠിക്കണം ആഗ്രഹം, നല്ല ആഗ്രഹമാണ്. നീ അങ്ങനെ ചിന്തിച്ചല്ലോ, പിന്നെ പഠിക്കണ്ടേടാ. നീ വാശിയായിരിക്കല്ലേ പക്ക. മറ്റേ ടോപ്പറാണോ? ആ ലെവലിൽ പഠിക്കണം, പാസ്സാവണോ, തോക്കരുത്, പാസ്സാവണം, അത്രയും മതി, അത്രയും മതി. ഞാൻ വെച്ച് നീ പഠിപ്പിൽ മുലൂപ്പി കയറാൻ പോവാന്ന്. ഇല്ലില്ല, പക്ഷെ ഞാൻ പിന്നെ തോറ്റിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും ഇന്നേ വരെ വെടിയുണ്ടകൾ എന്റെ മീൻസ് എക്സാം ഞാൻ എഴുതി തോറ്റിട്ടില്ല, എഴുതാതെ ഞാൻ തോറ്റിട്ടുണ്ട്. സസ്പെൻഷൻ കിട്ടി. അത് കൂട്ടത്തില്ല, അത് എല്ലാം തോറ്റിട്ടില്ല. മൊത്തം എക്സാം ചെയ്താൽ തോറ്റു, പക്ഷെ ഇതൊന്നും തോറ്റിട്ടില്ല. എഴുതിയൊന്നും ഞാൻ തോറ്റിട്ടില്ല. പിന്നെ ഓ ഏട്ടാ മിടുക്ക. ഇവിടെയും വന്നിട്ട് ഞാൻ ഊരണത് പോലും എടാ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര മാർക്ക് മേടിച്ചൊന്നല്ല, ജസ്റ്റ് പാസ്, എല്ലാം ജസ്റ്റ്. എന്നാലും കോളേജിൽ ഞാൻ കണ്ടില്ലായിരുന്നു നീ. അപ്പൊ നീ നെഞ്ചു പിരിച്ച് നിൽക്കുവായിരുന്നല്ലേ. എടാ അങ്ങനെ അയ്യോ ഞാൻ തോറ്റ് ഇനി പഠിക്കണം അങ്ങനെ വന്നൊന്നും അല്ല. വർഷം പോയിരുന്നു. അല്ല ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പഠിച്ചു അങ്ങനല്ല, എങ്ങനെയൊക്കെ കുറച്ചൊക്കെ പഠിക്കാൻ നോക്കി, അതായി പോയി. പക്ഷെ അതുവരേക്കും പ്ലസ് 2 വരേക്കും എന്റെ ദൈവം എന്റെ റിപ്പോർട്ട് കാർഡ് കാണാൻ ചോരക്കളം. ഓ മമ്മി കത്തിച്ച് കാണണേ. എന്റെ വീട്ടിൽ ഇപ്പോഴും കാണുമെന്ന് തോന്നുന്നു റിപ്പോർട്ട് കാർഡ്. അയ്യോ എന്റെ അമ്മ സൂക്ഷിച്ചു വെക്കുന്നൊരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. ഓ എന്റെ ദൈവമേ. എന്നിട്ട് താഴെ പച്ചയിലൊക്കെ എഴുതി മീറ്റ് മീ, പേരൻസിനെ കൊണ്ട് വന്നാ മതി നീ, ബാക്കി എല്ലാവർക്കും ഞാൻ എഴുതിയേക്കുന്നവര് മാത്രം വീട്ടുകാരെ വിളിച്ചിട്ട് വന്നാൽ മതി. മണ്ടാറം പഠിക്കും. നമുക്ക് ഇതിന് മറ്റേ ചുമന്ന മഷി കൊണ്ട് തോറ്റതൊക്കെ എഴുതുമല്ലോ, അടിവര അത് വിറ്റടാ. അതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ തോറ്റു, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ മറിക്കുമ്പോ നോക്കും സബ്ജക്റ്റ് മാർക്ക്, അപ്പൊ എല്ലാം ഉണ്ടല്ലോ 2 ഡിജിറ്റ് ആണെങ്കിൽ ഒരു വിഷയമില്ല വെച്ചു. എനിക്കുണ്ടല്ലോ 5, 3, ഞാനുണ്ടല്ലോ 100-ല് 40 വേണം ജയിക്കാൻ. 38 മേടിച്ചാലേ തോക്കും, പക്ഷെ അതിന് എനിക്ക് 10 കിട്ടും, ഞാൻ ഹാപ്പിയാണ്. 2 ഡിജിറ്റായി. മെറ്റേ തൊട്ടല്ലോ ഈ 5 എന്ന് കിട്ടി 2 സൈഡിൽ ഹൈഫൺ ഇടും. 5 വെറും 5 എന്ന് ഒരു 0.5 അപ്പൊ നീ എന്തുമാത്രം ചുമപ്പ് വരുമെന്ന്, എന്തുമാത്രം രക്തം വേണം ആ പ്രോഗ്രസ് റിപ്പോർട്ട്. അതാ ഞാൻ മൊത്തം രക്തക്കളർ മൊത്തം ഇങ്ങനെ ചുമന്നിരിക്കത്തേ ഉള്ളൂ എന്റെ റിപ്പോർട്ട് കാർഡ്. 27, 30 എന്റെ തോക്കുന്ന എണ്ണതിനേക്കാളും ഉണ്ടല്ലോ എന്റെ ഇങ്ങനെ എത്ര എണ്ണം ജയിച്ചെന്നുണ്ടെന്നായിരിക്കും എളുപ്പം. എന്റെ അഭിമാനത്തോടെ പറയൊന്നുമല്ല, അങ്ങനെ ആയിപ്പോയി. ബുദ്ധിയില്ലായിരുന്നു, അതെ ബുദ്ധിയില്ലായിരുന്നു. ബുദ്ധിയുടെ അല്ല, കുറച്ച് ലേണിംഗ് ഡിസബിലിറ്റീസ് ഓർമ്മ. അത് ശരി, അത് അന്ന് അങ്ങനെ അത്ര പോപ്പുലർ അല്ല, അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൽ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല, അതങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. ശരിയാ, ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞത് സംഭവം ഇല്ല. പഠിക്കത്തില്ലെങ്കിൽ അവൻ മണ്ടനായോണ്ടാ എന്നാ നമ്മുടെ നാട്ടുകാർ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ശ്രമിക്കാഞ്ഞിട്ടാ, ചുമ്മാ പ്രഷർ വന്ന് എന്റെ ദൈവമേ. ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ സ്കൂളിലും ഓരോ ഒരു എന്താ പറയുന്നത് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് പറ്റിയൊരു കൗൺസിലർ അങ്ങനെ ആരെങ്കിലും ഒരാൾ വേണം. എല്ലാവരും നമ്മുടെ സ്കൂളിൽ വന്നായിരുന്നു കേട്ടോ. അത് എന്തോ ഒരു എല്ലാ സ്കൂളിലും ഒരു ഇത് വന്നായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയാം എന്നൊക്കെ പറഞ്ഞു. വിഷമത്തിന്റെ മാത്രമല്ലടാ, അത് ഡിസബിലിറ്റി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്ത് എന്താണ് എൻ്റെയൊക്കെ അന്നേരം. കാരണം ഇത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, വലുതായി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം ഈ പറഞ്ഞ ADHD ആണെങ്കിലും ഡിസ്ലെക്സി ആണെങ്കിലും എല്ലാം നാട്ടിൽ അത്ര അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. കാരണം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഞാനാണെന്ന് പറയാം, എൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു എനിക്കറിയാവുന്നൊരു കൊച്ചുണ്ട് വളരെ അടുത്തുള്ള. അപ്പം
അതും ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു, എനിക്ക് അവളെ കാണുമ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് തോന്നി, പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ, ഇതേമേ കിളി പോയാണൊക്കെ ഇങ്ങനെ നടക്കും, അറ്റൻഷൻ്റെ ഒക്കെ ഒരു ഇതും. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് അവളുടെ അമ്മയുടെ അടുത്ത് സംസാരിക്കുക, ഒന്ന് ആരെങ്കിലും ഒന്ന് കാണിക്കാൻ പറഞ്ഞു. പഠിക്കാൻ ഇച്ചിരി മോശമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും കാണിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പ്രായത്തിലാകുമ്പോഴത്തേക്കും അത് മാറ്റിയെടുക്കാൻ പറ്റും. അല്ല വെറുതെ ആ കൊച്ചിനെ ഇട്ട് അടിച്ചിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, മുമ്പൊക്കെ എന്തുവായിരുന്നു. എന്നിട്ടുണ്ടല്ലോ പണ്ട് എപ്പോഴും ഉണ്ടല്ലോ എന്നെ. പക്ഷെ ആരും ചെയ്യത്തില്ല, എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പേടിയാ. അതിന് സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് അടിച്ചപ്പോൾ കൊച്ചിന് പ്രാന്താന്നല്ലോ പറഞ്ഞല്ലോ, അത് പെങ്കൊച്ച്. അങ്ങനെയൊക്കെ പേടിക്കണം, നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ പേടിക്കണം. ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ നാട്ടിൽ പുറകോട്ടാണ്. ശരിയാ, അറിയാത്തോണ്ടാ. പക്ഷെ ഇപ്പം ഇല്ല, മറ്റില്ല ഫഹദ് ഫാസിലും അവരൊക്കെ പുള്ളി പറയുമ്പോഴാണ് ഇപ്പോൾ ഭയങ്കര വലിയ വാർത്തയൊക്കെ ആയിട്ട് ADHD ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും. ഈ OCD എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ശരിക്കും OCD ഉള്ളവർ നരകിക്കുവാന്നാ പറയുന്നത്. അവർക്ക് ഭയങ്കര പ്രഷറാണ്. പിന്നെ ഭയങ്കര ഒരു ഇച്ചിങ് ഫീലിംഗ് ആണ്, ഒരു കൈ തരിക്കാന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര തരിപ്പായിരിക്കും. അതുകൊണ്ട് OCD ഉള്ളവർ ഒരിക്കലും ക്രെഡിറ്റ് ആയിട്ട് എനിക്ക് OCD ഉണ്ടെന്ന് അങ്ങനെ പറയത്തില്ല. എനിക്ക് വേറെ തോന്നിയിട്ടുണ്ടെന്നറിയോ, എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് എല്ലാം. ഈ OCD ആണെങ്കിലും എല്ലാവർക്കും. പക്ഷെ ഒരു ഗ്രാഫാണ്, ചിലർക്കത് കൂടി നിൽക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും. എല്ലാം, അതായത് OCD ഒക്കെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്, പക്ഷെ അത് കുറവായിരിക്കും. അല്ലാതെ ഇല്ലായ്മയൊന്നും എനിക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ചിലർക്ക് അത് ഗ്രാഫ് കൂടുതലും കുറവായിരിക്കും. ഇപ്പം ഏത് കാര്യമാണെങ്കിലും ഇപ്പം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അതൊരു ഒരു പരിധി വിടുമ്പോഴാണല്ലോ അത് നമുക്ക് പുറമെ അത് നോട്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. ചെറിയ രീതിക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്, പക്ഷെ അത് കൂടിയുമ്പോഴാണ് പ്രശ്നം. പിന്നെ അതൊരു ഹാബിറ്റായി മാറും, പിന്നെ അത് മാറ്റാൻ അഡിക്ഷൻ ആവും. പണ്ടുണ്ടല്ലോ കുഞ്ഞിലെ എപ്പോഴും ഞാൻ കടയിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, മമ്മി ഇങ്ങനെ സാധനം മേടിക്കാൻ വിടുമല്ലോ, അപ്പം അപ്പൻ്റെ ഇടയിൽ സാധനം മേടിക്കാൻ വേണ്ടി. അപ്പം അന്ന് ഫോണൊന്നുമില്ല ഡിസ്ട്രാക്റ്റ് ആവാൻ. പക്ഷെ എന്നാലും മമ്മി പറഞ്ഞുതരും, ഇത്ര സവാള, 1/2 കിലോ സവാള, ഇങ്ങനെ 1 കിലോ സവാള, 2 തക്കാളി, കരിവേപ്പില, ഇങ്ങനെ കുറച്ച് ഒരു 7-8 സാധനങ്ങൾ കാണും. ഞാൻ വരുമ്പോൾ 4-3 കാണത്തുള്ളൂ. ഇതെന്ത് അത് പറഞ്ഞിരുന്നില്ലേ. അവസാനം പിന്നെ മമ്മി എന്നെ കടയിൽ വിടുന്ന നിർത്തി. ഞാൻ ഇങ്ങനെ പറഞ്ഞു കാരണം ഞങ്ങൾ ഇപ്പോഴാണെങ്കിൽ പറയും നീ ഫോൺ നോക്കി ഇരുന്നിട്ട് പോയതാ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒന്നുമില്ലല്ലോ ഡിസ്ട്രാക്ട്, നമ്മള് കട വരെ പോയതാ. അപ്പൊ എന്നാ വിചാരിക്കുന്നത്, അത് ശരിയാണ്. ഞങ്ങളുടെ മറ്റേ വീട്ടിന് തൊട്ട് ഫ്രണ്ട് ചെയ്തല്ലേ ഞങ്ങളുടെ അങ്കിളുടെ കട. അപ്പൊ അമ്മ പണ്ട് സാധനം മേടിക്കാൻ പറയാ അവിടെ വരെ അന്നേരം ഇങ്ങനെ പറഞ്ഞു കൂടുന്നത് പഞ്ചസാര തക്കാളി പഴം, പഞ്ചസാര തക്കാളി പഴം. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും ഒരുത്ത വന്നിട്ടില്ല, തീർന്നു. ദൈവമേ പണ്ടാരം പിടിക്കുക, തക്കാളി സായ എന്തുവായിരുന്നു. പിന്നെ തിരിച്ചു പോകണം അമ്മ എടുത്ത് പോയി ചോദിക്കാനായിട്ട്, അതിനും കിട്ടുമെന്നോ. ഇപ്പഴല്ലേ കാര്യം പിടികിട്ടി. ഇപ്പഴാണെങ്കിൽ പറഞ്ഞത്തില്ലേ നീ ഫോണും കൊണ്ടുപോയിട്ടാണ്, നീ ഞാൻ പറയുന്നൊന്നും കേട്ടായിരുന്നോ, നീ ഫോൺ നോക്കിയിരുന്നല്ലോ. പക്ഷെ അന്നെന്തുവായിരുന്നു. അയ്യോടാ, അത് ഞാൻ അമ്മി ഇടക്കിടക്ക് മമ്മി 2 വട്ടം പറഞ്ഞിട്ട് വിടാൻ തുടങ്ങി. ഒരു വട്ടല്ല, റിപ്പീറ്റ് ചെയ്യും. ഇന്നൊരു വീഡിയോ കണ്ടതേ ഉള്ളടാ. ഈ ഒരുത്തം വന്നിട്ട് അമ്മയെടുത്ത് പറയും, അമ്മ എനിക്ക് ADHD ആയണ്ട. നിന്റെ ADHD, നിനക്ക് ഫോൺ നോക്കിയിരിക്കും, എനിക്ക് ADHD ഇല്ല, ഒരു ഇതില്ല, എനിക്ക് അടി കിട്ടാഞ്ഞിട്ടാന്ന്. അടി കിട്ടുമ്പോ തീരും നിന്റെ ADHD. ഇൻസ്റ്റഗ്രാമിൽ ഒരു ചൂലിറങ്ങുന്ന ഒരു റീൽസ് ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ അവൾ അവിടെ ഇരുന്ന് റൊമാൻസ് അടിച്ചോണ്ടിരിക്കുന്നു. എന്നെ ഏതായിരുന്നു കറക്റ്റ് കേട്ടോ. അത് എറിഞ്ഞ ആനാണെങ്കിലും സമ്മതിക്കണം കേട്ടോ. അറിയാൻ തട്ടാൻ വേണ്ടി പോയതല്ല, കൊള്ളാൻ വേണ്ടി പോയത്. സ്കൂളൊരു ഭയങ്കര സംഭവമായിരുന്നു. അയ്യോ, സ്കൂളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും തീരത്തില്ല. കോളേജൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക്, അത് ശരിയാ, കോളേജ് എന്താന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ സ്കൂള് വേറൊരു വൈബായിരുന്നു കേട്ടോ. എനിക്ക് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനും നമ്മുടെ ഫോണൊന്നും ഇല്ലല്ലോ. നമുക്ക് ഓരോ സമയത്ത് ഓരോന്നായിരുന്നില്ലേ ആ സമയത്ത്. നമ്മൾ കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കത്തതേ ഉള്ളൂ. ഇപ്പൊ കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നോക്കിയിരിക്കും കുറച്ച് പേര്, അപ്പൊ കുറച്ച് പേര്. പക്ഷെ ആ സമയത്ത് ഫോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മള് കൂട്ടം കൂടി ഇരിക്കുമ്പോൾ ഒന്നും ഇന്റർവെല്ലാവുന്നു അവരോട് സംസാരിക്കാനാണ്. കമ്പിച്ചാരി നിൽക്കും, മറ്റേ ഫുട്ബോൾ കോർട്ടും കമ്പിയിലും ചാരി എന്നിട്ടോ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് മറ്റേ തള്ളയടാ എന്നൊക്കെ പറഞ്ഞ്
കാരണം സംസാരിക്കാൻ കൊതിയായിട്ടിരിക്കുമല്ലേ. ഇപ്പോഴത്തെ പിള്ളേരുടെ ലൈഫൊക്കെ ആ സ്കൂൾ ലൈഫ് അതൊക്കെ കൊണ്ടാന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മെമ്മറബിൾ. എന്നാൽ ഞാനൊക്കെ എന്തുമാത്രം അനുഭവിച്ച് എന്നിട്ടും ഇഷ്ടമാണ്. നാലുചുക്കൊക്കെ ശരിയാ. എന്തോ ഒരു ആടി ഇടിയും. അയ്യോ, പ്ലസ് ടു പഠിക്കുമ്പോൾ ഒരു സാറ് ജാക്കി പ്ലസ് ടു പഠിക്കുമ്പം ഒരു സാർ, പേര് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സാർ, താടി കുടിച്ച് കാണിച്ചിട്ട് അവിടെ നിന്ന് ചോര വന്നു എൻ്റെ. ആരാടാ അവൻ? എൻ്റെ അടുത്ത് പറയാം പ്ലീസ്. അറിയാതെ ചെയ്തായിരിക്കും. ഇല്ലടാ, സാറ് ചുമ്മാ അറിയാലോ, സാറ് ചുമ്മാ ഇങ്ങനെ സാറങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്തതല്ല. സാറ് കിടിലും മനുഷ്യനാണ്. കാരണം അന്ന് നമ്മളിങ്ങനെ താടി വളർത്താനും സമ്മതിക്കത്തില്ലല്ലോ. പ്ലസ് 1 പ്ലസ് 2 ഒന്നും ക്ലീൻ ഷേവ് വേണമല്ലോ. അപ്പൊ എനിക്ക് ഇച്ചിരി ഇവിടെ മാത്രമേ, അന്ന് എനിക്ക് മൊത്തം ഒന്നും ഇല്ലല്ലോ, അന്ന് എനിക്ക് ഇവിടെ മാത്രം ഇങ്ങനെ, അന്ന് എനിക്ക് ഇല്ലേ ഇല്ല, എനിക്ക് അന്ന് ഇവിടെ മാത്രമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ ഞാൻ ഇവിടെ മാത്രം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു താടി. ഇത്ര താടി വിട്ടിരിക്കുന്ന ഒറ്റ വലി ഇങ്ങനെ. ഞാനപ്പോ മുടിയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത്, താടിയോ ഇല്ല മുടിയെങ്കിലും വളർത്താം. പുള്ളി താടി പിടിച്ചെടുത്തിട്ട് അവിടെ ഇങ്ങനെ ചോര ഇങ്ങനെ ഇച്ചിരി. ഇന്നാണെങ്കിലോ പുള്ളിയെ പോലീസ് കേസായി, അതായി, പുള്ളിയെ കൊണ്ട് ജയിലിലോട്ട് എന്തൊക്കെ സീനായിരുന്നു. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആ മറ്റേ സംഭവത്തിനൊക്കെ ശേഷം ഇപ്പൊ സ്കൂളുകൾക്കൊക്കെ പേടിയാ, പിള്ളേരെ അടിക്കത്തില്ല. ആ സ്കൂളൊന്നല്ല, എല്ലാ സ്കൂളിലും പിള്ളേരെ ഇപ്പൊ വഴക്കുറയാൻ ഒന്നും പറയത്തില്ല. അന്ന് നമുക്കത് ഭയങ്കര ഇതായിട്ട് തോന്നിയെങ്കിൽ അത് നന്നായെന്നാണ് ഇപ്പം. എന്നാലും അതിനെയൊക്കെ ഇപ്പോഴും ഇതാക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കര അതാണ്, നിങ്ങൾക്കൊക്കെ ട്രോമയാണത്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അടിക്കുന്നതാണോ? അടിക്കുന്നതിലല്ല പ്രശ്നം വരുന്നത്. ചില സാറന്മാര് വൈരാഗ്യവും വീട്ടിലെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി വന്ന് വരുമ്പോൾ അതൊക്കെ ഉണ്ട്. അത് ശരിയാ, അതൊക്കെയാണ് സീൻ. ബാക്കി അല്ലാതെ സ്നേഹത്തോടെ അടിക്കുന്നതൊക്കെ അത് കുഴപ്പമൊന്നുമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആനിമീസ് ഒക്കെ എന്നെ എന്തോരം അടിച്ചെന്ന്, പക്ഷെ എനിക്ക് ആനിമീസിന് ഇഷ്ടമാണ്. അത് സംഭവം ഉണ്ട്, അത് ഉള്ളതാ. പക്ഷെ എല്ലാരും മൊത്തത്തിൽ അങ്ങ് ഇതാക്കിയാണ് പറയുന്നത്. അത് പാടില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇച്ചിരി കോൺസിക്വൻസസ് കാണാമല്ലോ. കോൺസിക്വൻസ് ഇല്ലേ പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യും. പക്ഷെ അതൊരു ലിമിറ്റ്, എല്ലാവരും ലിമിറ്റ്. മറ്റേ വേറെ വല്ലോ റീസൺസിന് വേണ്ടി ചുമ്മാ വന്ന് അടിക്കുന്ന സാറന്മാരുണ്ട്, എന്റെ പൊന്നോ. പിന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതൊക്കെ ടോക്സിക് ആയിട്ടുള്ള, എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ള, എനിക്കറിയാം, എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ളതും ഉണ്ട്. സാറന്മാരും ടീച്ചർമാരൊക്കെ ഉണ്ട്, അതൊക്കെ ഉള്ളതാ. പക്ഷെ ചുമ്മാ ഇങ്ങനെ അടിച്ചെന്നും പറഞ്ഞൊക്കെ ടീച്ചർമാരനെയൊക്കെ കുത്തിന് പിടിക്കുന്ന പേരൻസൊക്കെ വിടുമ്പോൾ ഒന്നും ശരിയല്ല. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പിള്ളേരെ എൻകറേജ് ചെയ്യുക. എന്നെ അടിച്ചാൽ ചോദിക്കാൻ എൻ്റെ വീട്ടുകാരുണ്ട്, ഒന്നും കൂടെ അവര് സ്പോയിൽഡ് ആകത്തേ ഉള്ളൂ. ഇപ്പൊ ഭയങ്കര, അത് ശരിയാ, ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ. ഇതുകൊണ്ടൊക്കെ തന്നെയും പിള്ളേര് ഇല്ലാത്തത് പറഞ്ഞ് ടീച്ചേഴ്സിനെ കൊടുക്കുന്ന എന്തോരം പിള്ളേരുണ്ട്. ഒന്ന് വഴക്ക് പറയുമ്പോഴത്തേക്കും ആ സാർ എന്നെ അടിച്ചു അല്ലെങ്കിൽ കയറി പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഓർമ്മ. മറ്റുള്ള സാറിനെയൊക്കെ പേര് പറയണ്ട, മറ്റേ സാറിനെയൊക്കെ പോലീസ് കേസായി, പത്രത്തിൽ വാർത്തയായി. ആ പുള്ളി മനസ്സാവാച അറിയാത്ത കാര്യത്തിന്. പക്ഷെ നടക്കുന്ന സംഭവങ്ങളും ഉണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതൊക്കെ അറിയുന്നത്. സ്കൂള് കഴിഞ്ഞപ്പോഴാണ് സ്കൂളിലെ പരിപാടി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം. എന്റെ പൊന്നു, അന്ന് പകൽ മാന്യന്മാരായിട്ട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കഥയ്ക്കും. പക്ഷെ അവിടെ പോയണ്ടല്ലോ ഡെയ്സി മിസ്സിനെ കിട്ടിയത്. ഡെയ്സി മിസ്, ആനിമിസ് അവരൊക്കെ അടിപൊളിയായിരുന്നു. ആനിമിസ് ഒക്കെ എന്തോരം അടിച്ചിട്ടുണ്ട്, എന്നാലും സ്നേഹം നമുക്കറിയാം. അതായത് നാളെ കണ്ടാ ചിരിക്കും. പിന്നെ നമ്മുടെ നല്ലതിന് വേണ്ടി അടിക്കുന്ന പേരൻസും ഉണ്ട്, ടീച്ചേഴ്സും ഉണ്ട്. എന്നാൽ ചുമ്മാ നമ്മളോട് വൈരാഗ്യം കാണിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. എനിക്കങ്ങനെ വൈരാഗ്യം കാണിക്കുന്ന ആരും എനിക്കങ്ങനെ ഇല്ലായിരുന്നു. എനിക്കുണ്ടായിരുന്നു. എനിക്കാകെ ഉണ്ടായിരുന്നത്, എനിക്കൊന്ന് ജയൻ സാർ ശരി നല്ല, ജയൻ സാർ എന്നെ അത്യാവശ്യം നല്ല അടിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളി അത് സ്നേഹം കൊണ്ടുള്ള അടിയായിരുന്നു. പക്ഷെ അത് അന്നേ എനിക്കറിയായിരുന്നു കേട്ടോ. അത് പിന്നീട് എനിക്ക് മനസ്സിലായിരുന്നില്ല, അന്നേ എനിക്കറിയായിരുന്നു. എനിക്ക് പിന്നെ അതുകൊണ്ട് അങ്ങനെ പുള്ളി എന്നെ അടിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ട്രോമയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി ഇല്ലാത്ത റീസൺസിന് എൻ്റെ കയ്യിരിപ്പിന് തന്നെ തരുന്നത്, പഠിക്കാത്തതിനും മറ്റേ ടെസ്റ്റ് ഫെയിൽ ആവുന്നതിനൊക്കെ. എന്നെയൊക്കെ വെറുതെ അടിക്കുമായിരുന്നടാ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചുമ്മാ എന്തിനാ അടിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഈ പ്രയർ രാവിലെ പ്രയർ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകുപ്പി ഇരിക്കും. ഓക്കെ, പ്രയർ നടക്കുന്നു. അപ്പം ഇങ്ങേര് നടന്നു വരും. നടന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ അടിമുടി നോക്കും. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേ ടുഗെദർ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങേരൊന്ന് എൻ്റെ മുടി പിടിച്ച് ലെങ്ത് നോക്കും. ഇവിടെ പിടിക്കുന്ന താഴേക്ക് പിടിച്ചിട്ട് കൃതാബ് ഷേപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് പിന്നെ പാൻറ് താഴെയാണോ നോക്കും. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യല്ല, പ്രാർത്ഥിക്കുമല്ല എന്നാലും പാടിക്കൊണ്ടിരിക്കുമല്ലേ ഞാൻ. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അടിക്കാൻ എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കണം റീസൺ. എന്തെങ്കിലും എൻ്റെ മുക്കിൽ നിന്ന് മുടി വളർന്നേയിരിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി, കാരണം പ്രേയർ നടന്നോണ്ടിരിക്കുകയുള്ളൂ. അയാൾ മറ്റേ പ്രിൻസിപ്പൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പോയി ഫ്രണ്ടിൽ പോയി നിൽക്കും. എന്നിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ ഒരു 5-6 മിനിറ്റ് ഞാനപ്പോൾ അറിയോ എന്തിനായിരിക്കും ഇന്ന് കിട്ടാൻ പോകുന്ന ദൈവമേ എന്തായിരിക്കും. കഴിയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇല്ല റീസൺ പറയും. തേണ്ടി പാട്ടി, കാരണം നോക്കി കിടക്കുന്ന ആൾക്കാരും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ആനിമൽസ് ഒക്കെ അടിക്കുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. പക്ഷെ 10ാം ക്ലാസ് 10ാം ക്ലാസ് ബോർഡ് എക്സാം സമയമായപ്പം എന്നെ വിളിച്ചെടുത്തിട്ട് നീ എൻ്റെ വീട്ടിൽ ട്യൂഷന് ആണെന്ന് എന്തോ അമ്മ എന്തോ ചോദിച്ചു, ട്യൂഷൻ എടുക്കാൻ പോകുന്ന കണ്ട്. അപ്പം എടുക്കാമെന്ന് പറഞ്ഞു. എന്തൊരു സ്നേഹം, ഞാൻ ആനിമൽസിന് ഇങ്ങനെ കണ്ടിട്ടില്ല. എന്തൊരു സ്നേഹം, ഇങ്ങനൊരു മിസ്സിന് ഇങ്ങനൊരു മുഖമുണ്ട്, ഇതാണ് ശരിക്കുള്ള മിസ്. പിന്നെന്തിനാ സ്കൂളിൽ അങ്ങനെ നടക്കുന്നത്? ചിരിക്കത്ത പോലും ഇല്ലടാ. എടാ അങ്ങനെ ആനിമൽസ് അങ്ങനെയല്ല, അങ്ങനെയല്ല, അതല്ല ആനിമൽസ്. റിയൽ ആനിമൽസ് മിസ്സിംഗ്. നീ കണ്ടിട്ടില്ല? ചിരിച്ചാൻ കണ്ടിട്ടില്ല ആനിമൽസ്. സത്യം ഒരിക്കൽ പോലും ഞാൻ ആനിമൽസിനെ ചിരിച്ചാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എന്നെ ഞാനെല്ലാം ഞെട്ടും. മിസ് ചിരിക്കുകയാണെങ്കിൽ ചിരിക്കുവാണോന്ന്. എനിക്ക് ജ്യൂസ് ഒക്കെ കൊണ്ടുവരുന്നു പീറ്ററെ കുടിക്കാൻ. മിസ്സേ എൻ്റെ ദൈവമേ, അതെനിക്ക് ഭയങ്കര, കാരണം എന്നെ ആ സമയപ്പോൾ എങ്ങനെയെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി ബയോളജിക്ക് ട്യൂഷൻ ആക്കുന്ന എല്ലാ സബ്ജക്റ്റിനും ട്യൂഷൻ. ഹിസ്റ്ററിക്ക് ഞാൻ ട്യൂഷൻ, ആനിമൽസ് ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത്. അത് പഠിക്കാനാണ് ഞാൻ പോകുന്നെങ്കിൽ ആലോചിച്ച് എനിക്ക് എന്തുമാത്രം ട്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ്. എല്ലാത്തിനും ട്യൂഷൻ. അതിൽ ഏറ്റവും ഞാൻ പേടിച്ചിരുന്നു ആനിമൽസിനെ എങ്ങനെ നേരിടുന്നു. ആ തള്ളനാണെങ്കിൽ സോറി, അപ്പം അങ്ങനെ ചിന്തിച്ചായിരുന്നു. അപ്പോൾ സ്കൂളിലും സഹിക്കാം, ഇനി ഞാൻ ഇങ്ങനെ വീട്ടിൽ സഹിക്കുന്നു. വീട്ടിൽ പോയി പഠിക്കണമല്ലോ മമ്മിയുടെ ഓരോ കാര്യം. ഞാൻ ഗേറ്റ് തുറന്ന് കയറി ചെന്ന് ആദ്യമായിട്ട് വെറുതെ അവിടെ ഇരിക്കും. എന്നിട്ട് മിസ് ഇപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് മിസ് പോയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട്, മിസ് വീട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ, കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ. ഈശ്വര, കുടിക്കാൻ ജ്യൂസ് മുഖത്തൊഴിക്കാനാണോ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്? വേറെ ആരെങ്കിലും നീ മാത്രമോ? അല്ല, അപ്പൊ മിസ്സിന്റെ അവിടെ ഗ്രാൻഡ് ഫാദറോ അല്ല പഠിക്കാനായിട്ട് ഇല്ല, ഞാൻ മാത്രം. മിസ് എന്നെ മാത്രം. മിസ് അങ്ങനെ ട്യൂഷൻ എടുക്കുന്ന ആളല്ല. പക്ഷെ എന്റെ മമ്മി പറഞ്ഞപ്പം അവൻ പീറ്റർ അങ്ങനെ തോക്കൂന്ന് മനസ്സിലായി. പഠിപ്പിച്ചില്ലെങ്കിൽ എന്നുള്ള അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. പക്ഷെ എന്റെ അടുത്ത് വന്നിരുന്ന് എനിക്ക് എല്ലാം നീ പഠിക്കണം, ഇത്ര നീ പഠിച്ചു വെച്ചു കേട്ടോ, ഞാൻ ഇപ്പൊ വരാവേ, നീ പഠിച്ചു വെക്കുക. ഇത് മനസ്സിലായി. ഇതിങ്ങനെ എനിക്ക് മിസ് എന്റെ അടുത്തിരുന്ന് കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് പഠിച്ചേ പറ്റൂ. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ മറ്റേ കോപ്പി അടിച്ച കഥ പറഞ്ഞില്ലേ, 10ാം ക്ലാസ്സിൽ ഞാൻ കോപ്പി അടിച്ചെന്ന് പറഞ്ഞില്ലേ, റോസിയുടെ നോക്കി കോപ്പി അടിച്ചിട്ടുണ്ടെന്ന്. അതിൽ കോപ്പി അടിക്കാത്ത സബ്ജക്റ്റ് ഇംഗ്ലീഷും ഹിസ്റ്ററിയും മാത്രമാണ്. ബാക്കി എല്ലാം ഞാൻ നോക്കി. ഹിസ്റ്ററി എക്സാം നേരെ ഇരുന്നു, ഞാൻ സ്വന്തമായിട്ട് എഴുതിക്കോളാം. പക്ഷെ അതിന് നല്ല മാർക്കും ഉണ്ടായിരുന്നു. നമുക്ക് അന്ന് ഹിസ്റ്ററി ജിയോഗ്രഫി എയും ബിയും പോലെ ഗ്രേഡാ. സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ മാർക്ക് കാണിക്കത്തില്ല. എനിക്ക് സെയിം തന്നെ ജയൻ സാറിന്റെ കേസിലും കേട്ടോ. പുള്ളി ഭയങ്കര അടിയായിരുന്നു, വഴക്ക്, കാലി ഭയങ്കര കട്ട ടെറർ. സാറ് വല്ലപ്പോഴൊക്കെ ചിരിക്കത്തുള്ളൂ. ഈ ആനിമൽസിന്റെ കണക്ക് തന്നെ വല്ലപ്പോഴൊക്കെ. പക്ഷെ സാറ് പിന്നെയും ചിരിക്കും, വല്ലപ്പോഴൊക്കെ പിന്നെയും ചിരിക്കും. തമാശ അടി മാത്സ് ക്ലാസ് മാത്സ് പീരീഡ് എന്ന് പറഞ്ഞ ഒരു അടി ഉറപ്പാ. അതെനിക്കറിയാലോ, ഡിഫോൾട്ട് ആയിരിക്കും. എന്തിനെങ്കിലും ഒരു അടി ഉറപ്പാ. അവസാനമൊക്കെ മറ്റേ 10th ബോർഡ് എക്സാമൊക്കെ ആയപ്പോഴത്തേക്കും മറ്റേ നമുക്ക് റിവിഷൻ മന്ത് എന്നും പറഞ്ഞൊരു ഉണ്ടല്ലോ. അതായത് അതുവരെ പഠിച്ചതൊക്കെ എല്ലാം 2-3 മാസമോ ആഴ്ച എന്തോ ഉണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഫുള്ള് ടെസ്റ്റ് ആയിരിക്കും, ടെസ്റ്റോടെ ടെസ്റ്റ് ആയിരിക്കും. അല്ലടാ, ക്ലാസ് ടെസ്റ്റ്. ആ പീരീഡ് ടെസ്റ്റ് ആയിരിക്കും, ഫുള്ള് ടെസ്റ്റും ചോദ്യം പറച്ചിലും ഇതൊക്കെ. അപ്പോഴത്തേക്കും സാർ എല്ലാവർക്കും, ക്ലാസ്സിലെല്ലാവർക്കും ബോർഡിൽ മറ്റേ ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ട് എന്നിട്ട് സാറ് കഴിഞ്ഞ് എല്ലായിടത്തും തുടങ്ങിക്കോളാൻ പറയും. എന്നിട്ട് സാറിനെ വന്നിട്ട് ഒരു 4-5 പേരെയും വിളിച്ച്, ഞാനും ഉണ്ട്, അതായത് ക്ലാസ്സിലെ ഒട്ടും പഠിക്കാത്ത ഏറ്റവും മോശം പിള്ളേരെ ഒരു 3-4 പേരെ വിളിച്ച്, എന്നിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ പെണ്ണുങ്ങളാണല്ലോ ഇരിക്കുന്നത്, ഫ്രണ്ട് ബെഞ്ചിരുന്ന പെണ്ണുങ്ങളെ ബാക്കി പിരിക്കാൻ പറഞ്ഞ്, എന്നിട്ട് ഞങ്ങൾ ഉഴപ്പന്മാരെ എല്ലാവരെയും വിളിച്ച് ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തിയിട്ട്
ഞങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ ആരും ടെസ്റ്റ് ചെയ്തണ്ട, അറിയത്തില്ലെന്നറിയാം. നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, റിസൾട്ട് എന്തായിരിക്കും എനിക്കറിയാം, നിങ്ങൾ എവിടെ. എന്നിട്ട് സാറ് നീ വെറുതെ ഈ സമയം കളയണ്ട, ആ സമയം കൂടി ഇരുന്ന് പഠിക്കും. ഇല്ല അങ്ങനല്ലടാ, അങ്ങനെയും പറഞ്ഞില്ല പുള്ളി സ്നേഹത്തോടെ. ഇല്ല സ്നേഹത്തോടെ ഒന്നല്ല, പുള്ളിയുടെ നോർമൽ ആ ഒരു ഭാവത്തിൽ തന്നെ. ഇവിടെ മറ്റേതായിരുന്നു കേട്ടോ. സാറ് ക്യാരക്ടർ ഇടാൻ പാടില്ലല്ലോ. സാറ് ഒന്ന് ഇതായെന്ന് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ പോയാൽ മതി, മാറിക്കോളും. സാറ് ഞങ്ങളെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തിയിട്ട് സാറിൻ്റെ ചെയർ പിടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇട്ടിട്ട് സാറ് വിട്ടിരുന്നു. എന്നിട്ട് സാറ് ഓരോരോ പ്രോബ്ലമായിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. അതായത് അത് ശരിയാ, നല്ല ഇവര് ആ ടെസ്റ്റ് അവര് സ്കൂളായിട്ട് പറയുന്നതല്ല, ഇവരായിട്ട് തന്നെ ചെയ്യുന്നത് സംഭവം. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ അവര്, അതായത് ഈ ബോർഡ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണല്ലോ സാറന്മാർ ടെസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് ഇടുന്നത്. അപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഓരോന്നും ഇരുത്തി. ആ സമയത്ത് ബാക്കിയുള്ളവർക്ക് ക്ലാസ് കാണും. അപ്പൊ നമ്മുടെ 10th സ്റ്റാൻഡേർഡ് മൊത്തത്തിൽ വെറുതെ നടക്കും, ക്ലാസ്സുകളെല്ലാം പൂട്ടിയിട്ടേക്ക് വരും. അപ്പൊ ഈ മിസ്സുമാർ ഇങ്ങനെ ക്ലാസ് വെക്കുന്ന സമയത്ത് മാത്രമേ അവിടെ ക്ലാസ് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് വല്ലപ്പോഴും പോയാൽ മതി. അപ്പൊ നമ്മൾ ജൂനിയർ ആയിട്ട് ഇരുന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടു, ആനി മിസ് ആയാലും അവരൊക്കെ ആയാലും 10th പിള്ളേർ വന്നിട്ട് അവർക്ക് ബോർഡ് എക്സാം ക്ലാസ് എടുക്കണം, അങ്ങനത്തെ ക്ലാസ് അല്ലേ. അങ്ങനത്തെ ക്ലാസ് അന്നാണ് എനിക്ക് മനസ്സിലായി സാർ ഇങ്ങനത്തെ ഒരു സാറ് നല്ലവനാണല്ലോ. ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതെല്ലാരും ചെയ്തില്ല. എല്ലാരും ചെയ്തു, കുറച്ച് ചെയ്താലും ഇല്ലല്ലോ ശമ്പളം ചെയ്യുമായിരുന്നു. പുള്ളി അത് ചെയ്താലും ഇല്ലെങ്കിലും പുള്ളിക്ക് കൊണ്ട് കിട്ടേണ്ട ശമ്പളം കിട്ടും. പുള്ളി എത്ര എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കണ്ടായിരുന്നു, കുറച്ച് പിള്ളേരെ മാത്രം. പുള്ളിക്ക് ചുമ്മാ ടെസ്റ്റ് കഴിച്ചിട്ട് പുള്ളിക്ക് വേണം ചുമ്മാ പോയി അവിടെ പോയിരിക്കാം. പക്ഷെ സാറ് ഞങ്ങള് ഏറ്റവും, അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്ത ഞങ്ങള് 3-4 പേരെ പിടിച്ച് പാസ്സാക്കണമല്ലോ, വിളിച്ചിരുത്തി എക്സ്പ്ലെയിൻ ചെയ്ത്. കറക്റ്റ് നമ്മുടെ ഒരു ചാക്കോമാഷില്ലേ, ചാക്കോമാഷിനെ പോലെ ഒരു സാറാ അത്. അതെ, സുന്ദരനാ. അന്നാണ് എനിക്ക് പുള്ളിയെ പറ്റി വേറൊരു ആ ഒരു ഇമ്പ്രഷൻ വന്നത്. ആ സാറിന് നമ്മളോട് ഇത്രയും കെയർ ഉണ്ടല്ലോ, നമ്മളോട് ഇത്രയും കാര്യം. ആ സമയത്ത് തെറ്റിക്കുമ്പോ വഴക്ക് പറയുമായിരുന്നു. എന്തോ അന്ന് നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ചില്ലല്ലോടാ, പറഞ്ഞു തരും, എക്സ്പ്ലെയിൻ ചെയ്ത്. അതായത് ഈ കണക്ക് ഇങ്ങനെയാണ്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു തരുന്ന ആ കണക്ക്, മനസ്സിലായില്ലേ. ഇതൊരു 1-on-1 പോലെ പഠിപ്പിച്ചു. മറ്റേ സാറ് ജനറലി ക്ലാസ്സിലിരുന്ന് പഠിപ്പിച്ച പോത്തേ ഉള്ളൂ, മനസ്സിലായില്ലെങ്കിൽ ഇല്ല. 60 പേര് 60 പേരുള്ള ക്ലാസ്സിൽ 60 പേര് 1 മണിക്കൂർ, അല്ല 1 മണിക്കൂറും ഇല്ല, 40 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് 60 പേര്. ഭയങ്കര ടാർഗറ്റ് ആയിക്കോട്ടെ. അങ്ങനെയാണ് ഒരു അടിയൻ സാറെന്നുള്ള ഒരു മാറി. മനുഷ്യപ്പറ്റൊക്കെ ഉണ്ട്, സ്നേഹമൊക്കെ ഉണ്ട് പിള്ളേരോട്, സ്റ്റുഡൻസിനോട്, അങ്ങനെയൊക്കെ ഒരു ഇമേജ് വന്നു എനിക്ക്. പക്ഷെ +1 ആയപ്പോൾ അല്ലാതെ തന്നെ മനസ്സിലായി. കാരണം പുള്ളിക്കാരൻ അടിക്കും, പക്ഷെ പുള്ളിക്കാരൻ നടക്കും വിട്ടേ കേട്ടോ. മറ്റേതൊക്കെ ഇത്രയൊക്കെ അടിയും ഇതൊക്കെ ആണെങ്കിൽ ആൾ ഇടയ്ക്ക് കുറെ ഫണ്ട്. പുള്ളിയുടെ പണിഷ്മെന്റ്സ് അറിയോ, കിട്ടില്ലോ അല്ലേ പുള്ളിയുടെ പണിഷ്മെന്റ്സ്. പുള്ളിക്ക് ചില ദിവസങ്ങളിൽ അടിക്കാൻ തോന്നത്തില്ല, ഇന്ന് അടിക്കാൻ മോഡില്ലടാ. അപ്പം ഇങ്ങനെ വെറുതെ വിടാനും പറ്റത്തില്ല. പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തിട്ട് ഒരു 10 രൂപ എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും 10-20 ഒക്കെ കൊടുക്കണം. എന്നിട്ട് പറയും നീ എനിക്ക് 20 ഡിഫറെൻറ്റ് സാധനങ്ങൾ കൊണ്ടുതരണം. 20 ഡിഫറെൻറ്റ് സാധനങ്ങളൊന്നും ആലോചിച്ച് നോക്കി എങ്ങനെ ഈ 10 രൂപ വെച്ചിട്ട്. അപ്പം ഇവന്മാർ പോയി 5 രൂപയുടെ ജെംസ് പിടിക്കുക. അപ്പം കുറേ കളേഴ്സ് കാണും. സാറേ ഇതൊന്ന്, സാറേ ഇത് 2ാമത്തെ സാധനം, സാറേ ഇത് 3ാമത്തെ സാധനം, പല കളേഴ്സ്. നീ നിന്നെ അടിക്കണ്ടെന്ന് വിചാരിച്ച്. എന്നിട്ട് ആ സമയത്ത് 5 രൂപ കൊണ്ട്, ആ സമയത്ത് അയാളുടെ പേഴ്സിൽ 5 രൂപ 10 രൂപ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. 20 ഒക്കെ ആണെങ്കിൽ തീർന്ന് എവിടെ പോയി കണ്ടുപിടിക്കും. ഡിഫറെന്റ് അത് ഒരേ സാധനങ്ങൾ സമ്മതിക്കത്തില്ല. അപ്പൊ ഒരുത്തനൊക്കെ ചില എങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്തോ അപ്പോഴേ അടിയെടുത്തു. അങ്ങനത്തെ ഒക്കെ പണിഷ്മെന്റ്സ് പുള്ളിയുടെ കോമഡി ആട്ടോ ചില പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിലും ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ 10th പുള്ളിയായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അപ്പോൾ 10th ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഏതോ ഒരുത്തനെ കണ്ട ഇൻ്റർവെല്ലിനെ പോയിട്ട് ഉള്ളിയോടെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം നമ്മളാ സമയത്ത് നമ്മുടെ ക്യാൻറ്റീനിലെ ഫേമസ് പറഞ്ഞ ഉള്ളിവടയാണല്ലോ. അടിപൊളി ടേസ്റ്റാണ് ഉള്ളിവട ഒന്നല്ല, ഇപ്പം എനിക്ക് എല്ലാം ടേസ്റ്റാ. അപ്പോൾ ഉള്ളിവട മേടിച്ചുകൊണ്ട് ഇവൻ ജനലിൻ്റെ അടുത്തെങ്ങാണ്ട് പൊതിക്കകത്ത് പൊറോട്ടയും ബീഫ് കൂടിയുള്ള. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഉള്ളിവട മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ജനലിൻ്റെ അടുത്തിരുന്ന് കണ്ട തിന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ആരോ വന്ന് തട്ടിയിട്ടതാണോ ഇന്റർവെല്ലില്, ആരോ വന്ന് തട്ടിയിട്ടതാണോ തട്ടിപ്പോയതാണോ പോയി അങ്ങ് മറ്റില്ല സൺഷെയ്ഡി വീണോടാ. പുറത്ത് ജനലിന്റെ വെളിയിൽ മറ്റേ സൺഷെയ്ഡി പോയി. സൺഷെയ്ഡി പോയി, സൺഷെയ്ഡ് അടുക്കാണല്ലോ. സൺഷെയ്ഡി പോയത് ഇവൻ എന്ത് ചെയ്ത് ഉള്ളിവടയല്ലേ. ഇന്നാണ് നമ്മളത് പോട്ടെന്ന് ചോദിക്കും, അന്ന് നമുക്ക് ഉള്ളിവടയാണല്ലോ. പിന്നെ ഇവൻ പോയിട്ട് നമ്മുടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ്, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിലാണ് 10th ക്ലാസ്, നിനക്കറിയാമല്ലോ.
അപ്പം ഇവൻ പോയിട്ട് എന്ത് ചെയ്തു, സൺഷെയ്ഡ് വഴി വലിഞ്ഞു കയറി ഉള്ളിയോടെ എടുക്കാനായിട്ട്. ഉള്ളിയോടെ എടുക്കാൻ ഇവൻ വലിഞ്ഞു കയറിയതാ. കിട്ടിയോ എന്തോ പറ ബാക്കി. ഉള്ളിയോടെ കിട്ടി. എന്നിട്ട് പോയിട്ട് ഇവൻ ഉള്ളിയോടെ എടുത്ത് ഇറങ്ങി. ഇത് സാറ് കാണയോ അല്ലെങ്കിൽ ആരോ ഞാൻ സാറിൻ്റെ അടുത്ത് പറയാൻ കണ്ട ചെയ്തു കേട്ടോ. കോമഡി. ഇവൻ സൺഷെയ്ഡ് വലിഞ്ഞു കയറിയെന്ന് പറഞ്ഞിട്ട് എന്തിനെന്തോന്നൊന്നും പുള്ളി അറിഞ്ഞില്ല. സൺഷെയ്ഡ് കയറിയെന്ന് പറഞ്ഞു. സൺഷെയ്ഡിലൊന്നും കയറാൻ പറ്റത്തില്ല. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെക്കൻ സൺഷെയ്ഡ് പിന്നെ സീനല്ലേ, പുറത്തേക്ക് കണ്ടത് പോലീസിനെ വിളിക്കും. അങ്ങനെ എനിക്കൊന്ന് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് മറ്റേ അറ്റൻഡൻസ് എടുക്കാൻ വരുമല്ലോ ക്ലാസ് ടീച്ചേഴ്സ്, ഓർമ്മയുണ്ടോ? അപ്പോൾ സാർ അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് അങ്ങോട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു, അറ്റൻഡൻസ് എടുക്കാൻ വന്ന് സാറ് ഇവനെ വിളിപ്പിച്ചിട്ട് സീൻ. സാറ് ചോദിച്ച് നീ എന്തിനാണ് സൺഷെയ്ഡിൽ കയറിയത്? സൺഷെയ്ഡിൽ പുള്ളി വരച്ച് വേറെ എന്തെങ്കിലും മുമ്പ് എന്തെങ്കിലും കുർത്തേക്ക് കാണിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വിചാരിച്ച പൊട്ടിക്കാന്നുള്ള മൈൻഡിൽ അങ്ങോട്ട് വന്നതാണ് സാറ്. എന്തിനാ ഇത് കയറിയെന്ന് വെച്ചാൽ പറയാ, സാറേ എന്റെ ഉള്ളിയോടെ എടുക്കാൻ വേണ്ടി കയറിയതാ. ഇത് കേട്ട് കഴിഞ്ഞാ എങ്ങനെയാണോ എങ്ങനെ അടിക്കാൻ തോന്നുന്നു അവന്. സാറ് വന്നിട്ട് ഇവന്റെ കയ്യില് അന്ന് 3-5 രൂപ കണ്ടല്ലേ ഉള്ളിടക്ക്, 2 രൂപ ആ സമയത്ത് 3 രൂപ 5 രൂപ കൊടുത്തിട്ട് പറഞ്ഞു അവിടെ പോയി ഉള്ളിയോടെ മേടിച്ചിട്ടുണ്ടാൻ പറഞ്ഞു. കാന്റീനിൽ പോയിട്ട് ഉള്ളിയോടെ മേടിച്ചിട്ടുണ്ടെന്ന് അവിടെ ഫ്രണ്ടില് അവൻ ഫ്രണ്ടിലിരിക്കും, അവൻ കുരുട്ട ആള് ഫ്രണ്ടിലിരിക്കുന്നതോ. അതുകൊണ്ട് നീ തിന്ന് കയറുന്നിട്ടാ ഞാൻ അറ്റൻഡൻസ് എടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് എല്ലാവരും ഇരിക്കുക, അവനെ കൊണ്ട് ആ ഉള്ളിയോടെ നീട്ടിച്ച്. ഇനി അവൻ കഴിച്ച് ഉള്ളിയോടെ കഴിച്ചിട്ട് ക്ലാസ് തുടങ്ങിയാൽ അവനെ കൊണ്ട് കഴിപ്പിച്ച്. ഏറ്റവും വലിയ കോമഡി എന്താ പുള്ളി സ്നേഹം കൊണ്ട് അയ്യോ അവൻ ഉള്ളിവട എടുക്കാനല്ലോ, ഉള്ളിവട കൊതിച്ചിട്ട അങ്ങനല്ല, പണിഷ്മെന്റ് ആയിട്ട്. പക്ഷെ അത് അവിടെ തീർന്നില്ല. അവിടെ തൊട്ട് അങ്ങോട്ട് സാറ് എല്ലാ മാത്സ് പീരീഡിനും ഡ്രൈങ് വന്നേ, ഞാൻ പേര് പറഞ്ഞു ഡ്രൈങ് വന്നേ, എന്നിട്ട് അവൻ്റെ 5 രൂപ എടുക്കും, ഇപ്പോൾ ഉള്ളിവട മേടിച്ചിട്ട് വാ. അവൻ പോയി ഉള്ളിവട മേടിച്ചോണ്ട് വന്നാൽ തിന്നട്ടെ, പിന്നെ തൊട്ട് പുള്ളി ക്ലാസ് എടുക്കത്തുള്ളൂ എല്ലാ പീരീഡിനും. എടാ ഇതെനിക്ക് ഓർമ്മയുണ്ട്. ശരിയാ, പുള്ളി അങ്ങനെയൊക്കെ ചെയ്യും, പുള്ളി ഇങ്ങനെയൊക്കെ പണിഷ്മെന്റ് ചെയ്യും. പുള്ളി ഇങ്ങനത്തെ എനിക്ക് കിട്ടിയിട്ടില്ല പണ്ടാരോ കുറെ മാർക്ക് കിട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം നമ്മളിരുന്ന് കൊതിക്കൂടാവോ സൺഷെയ്ഡിൽ തക്കതായ കാരണം കിട്ടണം, എന്നാലും അത് എങ്ങനെ ഉണ്ടാക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മളവിടെ വിശന്ന് പരിഞ്ഞിരിക്കും. അതൊരു ആദ്യത്തെ 2 ദിവസം പിന്നെ അത് നോർമൽ ആക്റ്റാ. ആദ്യത്തെ 2 ദിവസമൊക്കെ മണ്ടത്തെ അവരിത് കഴിക്കുന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. 3ാമത്തെ ദിവസം നമ്മള് അവൻ സൂപ്പറായി ഇങ്ങനെ കഴിക്കുന്നത്. അവന്മാരൊക്കെ ഡെയിലി ഉള്ളോടെ കിട്ടുന്ന പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ ഒന്ന് പണ്ടാരം പിടിക്കാൻ. സൺഷെയ്ഡ് വല്ല വലിഞ്ഞ് കയറിയാ ഞാനന്നങ്ങനെ ചിന്തിച്ചോ, പുല്ല് വല്ല സൺഷെയ്ഡിലും കയറിയാൽ മതിയായിരുന്നു, എല്ലാ ഉള്ളിയോടെ കിട്ടി ഞാനായിരുന്നു. ആരെങ്കിലും ചിന്തിച്ചു പോകത്തില്ലേ? ഞാനാണെങ്കിൽ 20-30 രൂപ കിട്ടുമ്പോൾ 20 സാധനങ്ങളുടെ പുറകെ പോകും. അപ്പൊ പിന്നെ ഒരു ഉള്ളിയോടെ പോലും മേടിക്കാൻ പറ്റത്തില്ല. ഞാൻ പോയി വരെ ജെയിംസ്. സ്കൂൾ ലൈഫ് അങ്ങനത്തെ കുറെ കഥകളുണ്ട്. സ്കൂളിലെ കഥ പറയണേ കുറെ കഥകളുണ്ട്. ഒരു അന്തമില്ലാത്ത കഥകളായിരിക്കും. അല്ലെങ്കിൽ തീരത്തില്ല. എന്ത് സീസണാ ഇതൊരു ഇവിടെ കട്ട് ചെയ്യാം. എത്ര മണിക്കൂറുണ്ടോ?